അതേതാ പെണ്ണ്? ലത. ലത. ലല്ലെല്ലാം പാടാനല്ല പറഞ്ഞേ, അത് ആരാന്ന് ചോദിച്ചു. ലത. ലത. ലതാകുമാരി. ഞാൻ ലതാകുമാരി, പോലീസിലാ. മേനോനങ്കിളിന് ഞാൻ ഇന്ദുവിനെ പോലെ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കിയെല്ലാം വൈകിട്ട് ഇന്ദു വന്ന ശേഷം സംസാരിക്കാം. ടെൻഷനൊന്നും വേണ്ട, സ്വന്തം കൂടപ്പിറപ്പായി കണ്ടാ മതി. എന്താ ഇന്ദു, ഓക്കെ അല്ലേ? ഐ എം ഓക്കെ. മയിൽവാഹനം നോക്കി നിൽക്കാതെ ചടപടേന്ന് വണ്ടിയിട്. ഇന്ദുവിന് സമയത്ത് ഓഫീസിൽ ചെല്ലാനുള്ളതല്ലേ? ചേച്ചിയമ്മ, അതെ എനിക്കുള്ള മുറി. മാമോളെ, ഇവിടെയുള്ള ഏത് മുറി വേണമെങ്കിലും നോക്കി എടുക്കാലോ. ഞാനൊന്ന് നോക്കട്ടെ. വൗ, വെരി സ്മാർട്ട് ഗേൾ. അതെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു എന്ന് കരുതിയേ ഇതൊരു മേലെപ്പറമ്പിൽ ആൺവീട് ആക്കരുത്. കണ്ണുകുത്തി ഞാൻ പൊട്ടിക്കും. അതെ, ശരിക്കും ഇവിടെ ഒരു ഷട്ടിൽ കോട്ട് വേണ്ടതാട്ടോ. എന്നിട്ട് ആര് കളിക്കാനാ? ഞാനും മഹിയേട്ടനും കൂടെ നിന്ന് തട്ടേണ്ടി വരും. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ ഇതിനെവിടെയാ നേരം? പക്ഷെ ദേവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ആള് വേറെ ലെവലായനെ. അതെങ്ങനെയല്ലേ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്? അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ എവിടെ എത്തേണ്ടതാന്ന്? ഓ, പ്രോത്സാഹനത്തിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ നീ അങ്ങ് മലമറിച്ചേനെ. എന്റെ വിഷ്ണു, നീ ആ ബൈക്കൊന്നും എടുത്ത് മാറ്റിയേ. ഒരു വട്ടെങ്കിലും എനിക്ക് ദേവേട്ടൻ തോപ്പിക്കണം. ദേവേട്ടന് ക്ലാസ് ഇല്ലായിരുന്നു? അല്ല, വാദ്യാര് ഗോപാലിന് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ഇല്ലടാ, ഉച്ച കഴിഞ്ഞ് ഞാൻ ലീവ് എടുത്ത് പോന്നു. ഇന്ദു, താനെന്താ മിണ്ടാതിരിക്കുന്നേ? ഒരു കൈ നോക്കുന്നോ? ഇവൻ വേണമെങ്കിൽ കളിക്കും. ചെല്ലടാ, ചെന്ന് കളിക്കും. ഒന്നല്ല, രണ്ട് കൈ നോക്കാനും ഞാൻ റെഡി. ദേവേട്ടാ, ആ ബാറ്റിംഗ് തന്നെ. തൽക്കാലം കളപ്പുരയ്ക്കൽ ബ്രദേഴ്സ് തമ്മിൽ കളിക്ക്. ഞാനേ ഇന്ദുക്കുട്ടിയുടെ ഒപ്പം പോവാ. ബാ, നമുക്ക് പോവാം. അതെ, ഒരാള് കളിച്ചിട്ടും ഒരാള് ജോലി ചെയ്തിട്ടും ക്ഷീണിച്ചു വന്നതല്ലേ. അതുകൊണ്ട് ചേച്ചിയമ്മയുടെ വക ഒരു ഹോർലിക്സ്. ഓ, കൊള്ളാലോ. ഞങ്ങൾക്കൊന്നുമില്ലേ ഹോർലിക്സ്? ഓ, തൽക്കാലം ഇല്ലേ, ഇതേ വിമൻസ് ഹോർലിക്സാ. വാ. ഇപ്പോഴും ഡബിൾ വേ ഒക്കെ തന്നെ. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് ആരും ഇല്ലാതായി പോയല്ലോ. ഓ, കള്ളക്കാമൂന്റെ നിപ്പ് കണ്ടില്ലേ? ഈ ബാറ്റിന് പകരം കയ്യിലൊരു ഓടക്കുഴലായിരുന്നെങ്കിൽ സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നിയാണ്. ലത ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ കുട്ടിക്കാലം ഓർക്കായിരുന്നു. അന്നാ ഞാൻ ആദ്യമായി ഇന്ദുവിന്റെ അച്ഛനെ കാണുന്നത്. ഇതുപോലൊരു രാത്രിയായിരുന്നു അന്ന്. എവിടെയോ പോയ സമയത്ത് വഴിതെറ്റി അദ്ദേഹം എന്റെ വീട്ടിലെത്തിയത്. വഴിതെറ്റിന്ന് മാത്രമല്ല, വണ്ടി കേടാവുകയും ചെയ്തു. അന്നൊക്കെ ഹൈ റേഞ്ചിൽ മെക്കാനിക്കിനെ കിട്ടണമെങ്കിൽ നേരം വെളുക്കണം. കേടായി കിടക്കുന്ന കാറ് കണ്ട് അച്ഛനാ മേനോൻ സാറിനെ കൂട്ടിക്കൊണ്ടു വന്ന്.
പിറ്റേന്ന് വണ്ടി ശരിയാക്കി കൊടുക്കുന്നവരെ എല്ലാത്തിനും അച്ഛനായിരുന്നു മുന്നിൽ. അന്ന് തുടങ്ങിയ ബന്ധം മേനോൻ സാറും ഞങ്ങളും തമ്മിൽ. ഞാൻ 10ൽ പഠിക്കുന്ന സമയത്താ എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നെ മേനോൻ സാർ പഠിപ്പിച്ചു. ഉയർന്ന മാർക്കോടെ ഞാൻ പാസ്സായി IPS എടുത്തു. ഒരു മോളെ പോലെ കണ്ട് എല്ലാം എനിക്ക് ചെയ്തു തന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ UN സംഘത്തോടൊപ്പം കെനിയയിലായിരുന്നു. എങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന മേനോൻ സാറ് ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. എന്തു പറയുന്നു? ആദ്യം മുതലേ എന്റെ വിശ്വാസം അത് തന്നെയായിരുന്നു. ഞങ്ങളെ തനിച്ചാക്കി ഏരിയയിൽ ഒരാഴ്ച കൂടുതൽ മാറി നിൽക്കാതിരുന്ന അച്ഛൻ ബോധപൂർവം എന്നേക്കുമായി ഞങ്ങളെ പിരിയുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ മറിച്ച് കരുതാൻ ഇന്നലെ വരെ മറ്റു തെളിവുകളൊന്നുമില്ലായിരുന്നു. എന്നാ ഇപ്പൊ എനിക്കറിയാം, എന്റെ അച്ഛനെ ആരോ അപായപ്പെടുത്തിയതാന്ന്. അതെ, അത് തന്നെയാണ് സത്യം. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് തന്നെ അതിന്റെ സത്യാവസ്ഥ അറിയാൻ കൂടിയാ. ജോലി പോലീസ് ആസ്ഥാനത്ത് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. സമാന്തരമായി ആരും അറിയാതെ മേനോൻ സാറിന്റെ മരണത്തിന് പിന്നാലെ ഞാൻ ദീർഘദൂരം സഞ്ചരിച്ചു. യാത്രയുടെ ഓരോ തിരിവുകളിലും മേനോൻ സാറിനെ കൊന്നതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി, ആര് എന്ന 2 ചോദ്യങ്ങളാണ് എന്നെ ഇപ്പോ ഈ കുട്ടനാട്ടിലേക്ക് ഇന്ദുവിന്റെ അടുത്ത് വരെ എത്തിച്ചത്. സത്യത്തിൽ എന്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ അറിയോ? ഏതാണ്ട് ഏറെക്കുറെയെല്ലാം എനിക്കറിയാം. എന്തോ ഫോറൻസിക് റിപ്പോർട്ട് ചെക്ക് ചെയ്യാനാ എനിക്ക് ആദ്യം തോന്നിയത്. അത് ഗുണം ചെയ്തു. സത്യത്തെ മേനോൻ സാറിനെ വധിക്കാൻ ഉപയോഗിച്ച ആയുധം ഗ്ലോക്ക് 17 9mm എന്ന പിസ്റ്റളാണ്. പോലീസ് റിപ്പോർട്ടിൽ അത് ഗ്ലോക്ക് 19 പിസ്റ്റളാണെന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ലൈസൻസ് പ്രകാരം മേനോൻ സാറിന്റെ പിസ്റ്റൾ ഗ്ലോക്ക് 19 ആണ്. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ തൊണ്ടിയും സെയിം ഗണ്ണാണ്. ഒരു ബുള്ളറ്റ് കുറവുണ്ട്. അതുകൊണ്ട് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ബോഡിയിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട ഞാൻ വീണ്ടും പരിശോധിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് വെടിയേറ്റത് മറ്റേതോ ഗണ്ണിൽ നിന്നാണെന്ന്. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിന്നു. മേനോൻ സാറിന്റെ തോക്കിൽ നിന്നും ഒരു തവണ വെടി പൊട്ടിയത് എങ്ങോട്ട്? അവിടെയും എന്റെ ഊഹം തെറ്റിയില്ല. അദ്ദേഹത്തിന്റെ തോക്ക് ഉപയോഗിച്ച് ജനാലയിലൂടെ ഒരു തവണ ആരോ വെടിയുതിർത്തിട്ടുണ്ട്. കണിമംഗലത്തെ വളപ്പിലുള്ള മരത്തിൽ ഞാനത് കണ്ടെത്തുകയും ചെയ്തു. ഈശ്വരാ, എന്റെ അച്ഛൻ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല എന്തോ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബാക്കി കിടക്കല്ലേ. ഇതെന്നലെ തിലകമാമൻ തന്നൊരു വണ്ടി നമ്പറാ. അച്ഛൻ മരിച്ച ദിവസം പരിചയമില്ലാത്ത ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ മാമൻ കണ്ടിരുന്നു. തിരക്കിനിടയിൽ മാമൻ അയാളെ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ അത് മറന്നു കളഞ്ഞതാ. പക്ഷേ കഴിഞ്ഞ ദിവസം അതേ ആളെ വലിയ മാളികയിലെ വിക്രമനൊപ്പം ഒരിക്കൽ കൂടി മാമൻ കണ്ടു. അപ്പോ ഇതേ സംശയം മാമനുണ്ടായി. അതുകൊണ്ട് അയാൾ വന്ന വണ്ടി നമ്പർ അപ്പൊ തന്നെ എഴുതിയെടുക്കുകയും ചെയ്തു. മാത്രമല്ല, മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അച്ഛൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് മാമ പറഞ്ഞു. ആരെയോ ഭയപ്പെടുന്ന പോലെ ഒരു ഭാവമായിരുന്നു അച്ഛനെന്ന മാമ പറഞ്ഞത്. ആ വന്ന ആളുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എവിടെ കാണട്ടെ? ഇതൊന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയി.
കേരളത്തിലെ ഗ്ലോക്ക് 17 മോഡൽ പിസ്റ്റൾ ഉള്ളവരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചിരുന്നു. അവരാരും അങ്ങനെ ഒരു ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ബദിയടുക്കയിലുള്ള ഒരു രാംകുമാറിന്റെ തോക്ക് കളവ് പോയതായി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും മേനോൻ സാറ് കൊല്ലപ്പെടുന്നതിന് 2 ആഴ്ച മുമ്പ്. എന്തോ എന്റെ മനസ്സ് പറയുന്നു ആ തോക്കിൽ നിന്നാണ് സാറിന് വെടിയേറ്റതെന്ന്. ഇനി അടുത്ത യാത്ര അതിന്റെ പിന്നാലെയാ. സാറിനെ ഇല്ലാതാക്കിയത് ആരായാലും ഞാനത് കണ്ടെത്തും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നതില് ഒരർത്ഥവും ഇല്ലാതാവും. ലത അച്ഛന്റെ കൊലപാതകയെ കണ്ടെത്തിയ സ്വാഭാവികമായും ഒരു പോലീസ് ഓഫീസർ ചെയ്യുന്നത് കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കല്ലേ. ഞാനും അത് തന്നെ ചെയ്യും. എന്റെ അച്ഛനോട് ഉള്ളിൽ സൂക്ഷിക്കുന്ന ലതയുടെ കടപ്പാട് മുൻനിർത്തി ഞാൻ ചോദിക്കാം, ആരായാലും നിയമത്തിന് വിട്ടുകൊടുക്കാതെ അവനെ എന്റെ മുമ്പിൽ എത്തിച്ചൂടെ? നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഒറ്റ നോട്ടത്തിൽ നമ്മൾ തമ്മിൽ പരിചയമില്ല, പക്ഷെ ഒറ്റ വാക്കിൽ നിങ്ങൾ എന്നെ അറിയും. ഉടുപ്പിക്കാരൻ ദേവേന്ദ്രൻ ഭട്ടിനെ ഒരു പക്ഷെ ഗൗരിക്ക് ഓർമ്മ കാണും. ഭട്ടങ്ങളുടെ ആരാ? ഒരേ ഒരു മകൻ ജയേന്ദ്രൻ. അയ്യോ ദൈവമേ, ഭട്ടങ്ങളുടെ മോനോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. ആയിക്കോട്ടെ. വരൂ. ഇരിക്കൂ. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു. ഞാൻ കുറച്ചു നാളായിട്ട് നെതർലാൻഡിലായിരുന്നേ. നാട്ടിൽ വന്നിട്ട് അധിക നാളായില്ല. താങ്കൾ ഇരിക്കും. ഇടക്കാലത്ത് ഭട്ടങ്ങൾ അച്ഛനുമായിട്ടുള്ള ബിസിനസ്സൊക്കെ പാടെ അവസാനിപ്പിച്ചിരുന്നു. പിന്നെ തമ്മിൽ ബന്ധം പോലും ഇല്ലാതെ. അതുകൊണ്ട് അങ്കിളും ആന്റിയും മരിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല. ശരിയാ. കളപ്പുരക്കൽ പ്രസാദ് സാറുമായിട്ട് മാത്രമല്ല അച്ഛൻ ബിസിനസ് അവസാനിപ്പിച്ചത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങെല്ലാം നിർത്തുമായിരുന്നു. ആ ഇനത്തിൽ തന്നെ കോടികളാ നഷ്ടമായത്. ഞാനന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നേ. പിന്നെ അമ്പലങ്ങളും തീർത്ഥയാത്രകളുമായി അച്ഛൻ കാലം കഴിച്ചു കൂട്ടി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അച്ഛനെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്കും എന്നെ പഠിപ്പിക്കാൻ മറന്നില്ല. ആ വിശേഷങ്ങളൊക്കെ പിന്നെ ആവാം. താൻ പോയി കുടിക്കാൻ വല്ലതും. അയ്യോ, ഞാനതങ്ങ് മറന്നു. ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വരുന്ന വഴിക്ക് ആവശ്യത്തിന് കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്തു. വിരോധമില്ലെങ്കിൽ ഡിന്നർ ആവാം. അയ്യോ, എന്ത് വിരോധം? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഭട്ടങ്ങളിനെ പറ്റിയൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. അച്ഛന്റെ ആത്മസ്നേഹിതനായിരുന്നു അങ്കിള്. 2 കച്ചവടക്കാരെന്നതിനുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഒക്കെ മുറിഞ്ഞുപോയി. ഏയ്, അങ്ങനെ മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി മുറിഞ്ഞെങ്കിൽ തന്നെ അത് വിളക്കി ചേർക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അതേതായാലും നന്നായി. ആ സ്നേഹം നിങ്ങൾ മക്കളിലൂടെ നിലനിൽക്കട്ടെ. മുഖവര ഇല്ലാതെ വന്ന കാര്യം പറയാമല്ലോ. അച്ഛന്റെ പഴയ ബിസിനസ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നാട്ടിലില്ലാത്തത് കൊണ്ട് ഒന്നിനും ഒരു പരിചയം പോരാ. അതുമാത്രമല്ല, ആരെയും വിശ്വസിക്കാൻ ഒക്കില്ലല്ലോ. കാലം അങ്ങനെയാണല്ലോ. ആലോചിച്ചപ്പോൾ തോന്നി കളപ്പുരക്കിലെ പ്രസാദ് സാറിന്റെ മക്കളെ സമീപിക്കാന്ന്. അതാകുമ്പോ പേടിക്കണ്ടല്ലോ. ഇന്റർനെറ്റ് വഴി കേപ്പിൽ ഗ്രൂപ്പിന്റെ കഴിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങ് പോന്നു. ഐശ്വര്യമായി നിങ്ങളുമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ ഗൗരി ഒന്ന് സഹായിക്കണം. തീർച്ചയായും ഞങ്ങളാൽ കഴിയുന്ന എന്തും ഞങ്ങൾ ചെയ്തു തരും. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഓക്കെ, എന്റെ ഫ്യൂച്ചർ പ്ലാനൊക്കെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. തൽക്കാലം ഏതെങ്കിലും ഒരു റിസോർട്ടിൽ ഞാൻ മുറിയെടുക്കാം. ഒരാഴ്ചയെങ്കിലും ഇവിടെ നിൽക്കാതെ പറ്റില്ലല്ലോ.
അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങളുടെ അതിഥിയായ ഭട്ടങ്ങളുടെ മകൻ റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കാന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്ക് കുറച്ചില്ലല്ലേ? വിരോധമില്ലെങ്കിൽ ഇവിടെ ധാരാളം മുറികളുണ്ട്. അതെ, അതാണ് അതിന്റെ ശരി. ശരി, എന്നാ അങ്ങനെ ആട്ടെ. ഞാനായിട്ട് നിങ്ങൾക്കൊരു കുറച്ചിലുണ്ടാവണ്ട. ആഹാ. ഞാൻ എന്റെ ബാഗ് എടുത്തു തരാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ജാനുവിനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു തരാം. അതാണ് ബെഡ്റൂം. ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുക്കാം. ആ, ചെന്നോളൂ. ശരി, ചെല്ലു. ഇതിലെ ഒരേ ഒരു ബുള്ളറ്റ് നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കും. ഞാൻ ശിവൻ. ചേച്ചിയമ്മ പറഞ്ഞിരുന്നു. ഗൗരിയുടെ ബ്രദർ അല്ലേ? വരൂ. ജയേന്ദ്രഭട്ട്, പഴയ ഭട്ടങ്ങളുടെ മോൻ. അതെ, ചേച്ചിയമ്മ പറഞ്ഞു എല്ലാം. എന്നാലും വലിയ സർപ്രൈസ് ആയിട്ടോ ഈ വരവ്. എനക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഭട്ടങ്ങളിൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പറഞ്ഞു ധാരാളം കേട്ടിട്ടുണ്ട്. പണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ ചേച്ചിയമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ആ വലിയ മനുഷ്യന്റെ മോനെയെങ്കിലും നടുത്ത് കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. അതെ, അങ്ങനെ തന്നെയാണ് ഞാനും ഈ കൂടിക്കാഴ്ച കാണുന്നത്. എല്ലാ ഊരും നിയോഗമാണല്ലോ. ചില ബന്ധങ്ങളൊന്നും അറ്റുപോകരുതെന്ന് ദേ മുകളിലുള്ള ആൾക്ക് വലിയ നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കാലങ്ങൾക്ക് ശേഷവും നമ്മളിങ്ങനെ മുഖാമുഖം നിൽക്കുന്നത്. എല്ലാം എന്റെ അപ്പ ചെയ്ത സുഹൃതം. അല്ലെങ്കിൽ ഫോറിൽ നിന്ന് വന്നിട്ട് ഈ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യാൻ തോന്നേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തോന്നിയെന്ന് മാത്രമല്ല, അതിന് ഹെൽപ്പിന് വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഓർമ്മ വരികയും ചെയ്തല്ലോ. അല്ലെങ്കിലും പരസ്പരം പിരിഞ്ഞ് ഏതു വഴികളിലൂടെ പോയാലും ചേരേണ്ടവരൊക്കെ ചേരുക തന്നെ ചെയ്യും. ആ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. അച്ഛനും ഭട്ടങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് ചേച്ചിയമ്മ പറഞ്ഞ് എനിക്കറിയാം. എന്നിട്ടും ആ ബന്ധം നിലനിന്ന് പോയില്ലല്ലോ. പക്ഷെ ഇപ്പൊ കണ്ടോ, താങ്ക്സ് ഗോഡ്. ആട്ടെ, ശിവൻ എന്താ വിവാഹം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? ചേച്ചിയമ്മയ്ക്ക് അതിലൊരുപാട് വിഷമമുണ്ട് കേട്ടോ. തുറന്നു ചോദിക്കുന്നുണ്ട്, മറ്റൊന്നും വിചാരിക്കരുത്. വിവാഹമേ വേണ്ടാന്ന് വെക്കാനുണ്ടായ തീരുമാനത്തിന് പിന്നിൽ വല്ല പ്രേമനൈരാശ്യം ഉണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പറയാനൊക്കില്ലല്ലോ. ആ ചോദ്യം കലക്കി. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അച്ഛനും അമ്മയും മരിച്ച അന്ന് മുതൽ ഈ കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുന്നതാ ചേച്ചിയമ്മ. അന്നവരുടെ നല്ല പ്രായമായിരുന്നു. ഞങ്ങളൊക്കെ പൊടിക്കുഞ്ഞുങ്ങളും. തോറ്റുപോകാനായിരുന്നെങ്കിൽ ഒരു പെണ്ണിന് തോക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അന്ന് ചേച്ചിയമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയമ്മ തോറ്റില്ല. ഞങ്ങളെയും തോളിലിട്ട് അച്ഛൻ നിർത്തിയെടുത്തെന്ന് ചേച്ചിയമ്മ ആരംഭിച്ചു. സ്വന്തമായ ഒരു കുഞ്ഞു പിറന്നാൽ ഞങ്ങളെക്കാൾ സ്നേഹം അതുങ്ങളോടുണ്ടാവുമെന്ന് വെച്ച് അതും വേണ്ടെന്ന് വെച്ചു. ഭൂമിയിൽ ഒരു സ്ത്രീ എടുക്കാത്ത തീരുമാനമാണ് അന്ന് ചേച്ചിയമ്മ എടുത്തത്. മൂത്തവനായ ഞാൻ ചേച്ചിയമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കണ്ടാണ് വളർന്നത്. ചെറുപ്രായത്തിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് എന്നെ കൊണ്ടാവുമ്പോഴൊക്കെ ഞാൻ ചേച്ചിയമ്മയെ സഹായിച്ചു. അങ്ങനെ തുടങ്ങിയതാ ഈ ബിസിനസ്സിനോടുള്ള കമ്പം. പിന്നീട് മുതിർന്നു കഴിഞ്ഞപ്പോൾ തോന്നി, വിവാഹമൊക്കെ കഴിച്ചൊരു കുടുംബസ്ഥനായാൽ ബിസിനസ്സിനോടുള്ള ചൂടും ചൂരുമൊക്കെ കുറയുമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്.
എന്ന് വെച്ച് ആജീവനാന്ത ബ്രഹ്മചാരി ആവാനുള്ള പദ്ധതിയൊന്നും ഇല്ല കേട്ടോ. ശിവൻ, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഇപ്പൊ ഇരട്ടിയാ. കാരണം സ്നേഹത്തിന് വിലകൽപ്പിക്കുന്ന ഒരാളാണ് ശിവനെന്ന് ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. താൻ എന്റെ സുഹൃത്താന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, താങ്കളുടെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ഞാനത് മറന്നു. ഭാര്യയും 2 മക്കളും ഇതുവരെയുള്ള എന്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം. 2 പെൺകുഞ്ഞുങ്ങളാണേ. ഭാര്യ റഷ്യക്കാരിയാണ്. ആഹാ, അത് കൊള്ളാലോ. ഒരു ബിസിനസ് ടൂറിനിടയിൽ പരിചയപ്പെട്ടതാണ്. പേര് നടാലിയ. 17 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോഴും സുഖമായിട്ട് ഒരു തടസ്സവുമില്ലാതെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോകും. ഓക്കെ ഓക്കെ. എന്താ ബിസിനസ് പ്ലാൻ? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ ബാക്കി ഞാൻ ഏറ്റു. വേറൊന്നുമല്ല, കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾക്ക് ഫോറിനില് വലിയ ഡിമാൻഡാണ്. അതെ, അതിനൊത്ത് നല്ല കോമ്പറ്റീഷനും ഉണ്ട്. പക്ഷെ ആ മേഖല തന്നെ പ്രധാന ലക്ഷ്യം. ഒപ്പം മറ്റൊരു ഉദ്ദേശമുണ്ട്. ഇറച്ചിയെടുത്ത കക്കത്തോടുകൾ വൻതോതിൽ എനിക്ക് ആവശ്യമുണ്ട്. അതെന്തിനാ? അതിലും നല്ല മീറ്റ് അല്ലേ? അല്ല, ആരും കാണാത്ത ചിലത് ഞാൻ അതിൽ കാണുന്നുണ്ട്. കക്കത്തോടുകൾ ബൾക്കായി എടുത്ത് അത് പൗഡർ ആക്കണം. അതിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങണമെന്നുണ്ട്. എന്നിട്ട് ആ പൗഡർ കടൽ കടത്തും ഞാൻ. കൊള്ളാം, കേട്ടിട്ട് നല്ലൊരു ഐഡിയ തോന്നുന്നു. ശിവൻ കൂടുന്നുണ്ടോ എൻ്റെ ഒപ്പം? അയ്യോ സോറി, അല്ലാതെ തന്നെ 100 കൂട്ടം തലവേദനയുണ്ട് ഇവിടെ. എങ്കിലും ഈ പറഞ്ഞതൊക്കെ നമുക്ക് ശരിയാക്കാം. ഏറിയ ഒരാഴ്ച അതിനുള്ളിൽ കൃത്യമായൊരു നീക്കുപോക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വാക്ക് തരുന്നു. അതുവരെ ഇവിടെ തന്നെ താമസിക്കാം. എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയാൽ മതി. അല്ലെങ്കിലും എല്ലാം കഴിയാതെ എനിക്ക് ഇവിടുന്ന് പോകാനാവില്ലല്ലോ ശിവ. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.